ഫർണിച്ചർ കമ്പനിയുടെ പേരിൽ പുതിയ സൈബർ തട്ടിപ്പ്. ജാഗ്രതാ നിർദ്ദേശവുമായി പോലീസ് സൈബർ വിംഗ്. SMS-ലൂടെയും വാട്സപ്പിൽ അംഗമാക്കി വില കൂടിയ ഫർണിച്ചർ ബുക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് തട്ടിപ്പിന്റെ രീതി. കൂടുതൽ പേർ ബുക്ക് ചെയ്യുമ്പോൾ മണി ചെയിൻ പോലെ ലാഭം കിട്ടുമെന്നും പ്രലോഭിപ്പിക്കും. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, ഈ പുതിയ തട്ടിപ്പ് എങ്ങനെയാണ്? ആര്യ, ഈ സൈബർ തട്ടിപ്പ് വീരന്മാർ ഓരോ ദിവസവും പുതിയ പുതിയ ശൈലികൾ ആവിഷ്കരിക്കുകയാണ്. നമ്മൾ വിർച്വൽ അറസ്റ്റിൻ്റെ തട്ടിപ്പ് കണ്ടു, ഓൺലൈൻ ട്രേഡ് മാർക്കറ്റിങ്ങിലെ തട്ടിപ്പ് കണ്ടു. അതിലെല്ലാം പോലീസ് ജാഗ്രതാ നിർദ്ദേശവുമായി രംഗത്ത് വരുന്നു. ഇപ്പോൾ പുതിയൊരു തട്ടിപ്പാണ് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സൈബർ ഓപ്പറേഷൻ വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് ഫർണിച്ചർ കമ്പനിയുടെ പേരിലാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. ഈ തട്ടിപ്പിൻ്റെ രീതി എന്ന് പറയുന്നത് ഈ ഫർണിച്ചർ കമ്പനി തുടങ്ങാൻ പോകുന്നു, 2027 മറ്റോ ആണ് തുടങ്ങാൻ പോകുന്നത് എന്ന് കാട്ടി ഒരു SMS നമുക്ക് വരും. അതിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കാണ് അകപ്പെടുക. പിന്നീട് നമ്മളുടെ മുകളിൽ ലാഭങ്ങളുടെ കണക്ക് പറഞ്ഞ് മോഹിപ്പിക്കുന്നതാണ് അടുത്ത നടപടി. അങ്ങനെ ഈ ഫർണിച്ചർ കമ്പനിയിലെ ഫർണിച്ചർ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ജോലി കിട്ടും എന്ന് പറഞ്ഞ് മോഹിപ്പിക്കും. അതിനൊപ്പം തന്നെ വീണ്ടും മറ്റുള്ളവർ ബുക്ക് ചെയ്യുമ്പോൾ മണി ചെയിൻ മാതൃകയിൽ നിങ്ങൾക്ക് ലാഭം കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കും എന്നും പറഞ്ഞ് മോഹിപ്പിക്കും. അങ്ങനെ പണം തട്ടുന്ന ഒരു രീതിയാണ്. ഇത് വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അതിലാണ് കേരള പോലീസിൻ്റെ സൈബർ ഓപ്പറേഷൻ വിഭാഗം ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത്. അതുകൊണ്ട് ഫർണിച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് SMS-കൾ ലഭിക്കുകയാണെങ്കിൽ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഏതെങ്കിലും തരത്തിൽ പണം നഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ സൈബർ പോലീസിനെ അറിയിക്കണം എന്നുമാണ് പോലീസിൻ്റെ ജാഗ്രതാ നിർദ്ദേശം. ആര്യ.